പുറന്തള്ളുക എന്നൊക്കെയാണ്. നമ്മൾ അങ്ങനെ വരുന്നവരോട് സമാധാനപരമായി സംസാരിച്ച് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ്. വേറെ യോഗ്യതയിൽ ചേർന്നുകൊണ്ട് വിവാഹിതരാവാനാണ് അനുവദിക്കുന്നു. കത്തോലിക്ക സഭയിൽ തന്നെ അവർ നിലനിൽക്കുകയും ചെയ്യുന്നു. കാരണം 17 നൂറ്റാണ്ടുകളായിട്ട് നമ്മൾ അനുവർത്തിച്ചു പോകുന്ന യഹൂദ പാരമ്പര്യം നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യമല്ല. അതിന്റെ അടിത്തറ ഈ പറഞ്ഞ സ്വാംശ വിവാഹ നിശ്ചയാണ്, എൻഡോഗമിക് എന്നുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ കോടതി വിധി അനുസരിച്ച് നമുക്ക് എൻഡോഗമിക്ക് യാതൊരു പ്രാധാന്യവുമില്ല. അത് നമ്മൾ പാലിക്കാൻ പാടില്ല എന്നാണ് വിവാഹിതരായി മറ്റ് മേഖലകളിൽ നിന്ന് വിവാഹിതരായിട്ടുള്ളവരെയും അങ്ങനെയുള്ളവരെയല്ല എല്ലാവരെയും തിരികെ പ്രവേശിപ്പിക്കണം എന്നുള്ള രീതിയിലാണ് കോടതി വിധി വന്നിരിക്കുന്നത്. നമ്മുടെ അതുപോലെ തന്നെ പല പല മറ്റു കാര്യങ്ങളുണ്ട്. നമ്മുടെ ഇതിനകത്ത് നിയമസംഹിതയിൽ ഉണ്ടാക്കിയ വ്യതിയാനം കാലാകാലങ്ങളായി ഇല്ലാത്ത ഒരു പുതിയ നിയമവ്യവസ്ഥ ഇതിനകത്ത് കൊണ്ടുവന്നു. അത് നമ്മുടെ ഇടവകയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ നിന്ന് സ്ത്രീകൾ പ്രസവിക്കുകയാണെങ്കിൽ വിവാഹത്തിലൂടെ അല്ലാതെ നമ്മുടെ സ്ത്രീകളെ ഏറ്റവും അപമാനപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു നിയമമാണ് നമ്മുടെ നിയമസംഹിതയിൽ. അങ്ങനെ അവിഹിതമായി ഒരു സ്ത്രീ ഗർഭം ധരിച്ചാൽ ആ കുട്ടിയെ നമ്മുടെ ഇടവകയിൽ ചേർക്കണം എന്നെല്ലാം പറഞ്ഞുകൊണ്ടുള്ള ഒരു നിയമം. അത് ജ്ഞാനായക്കാർക്കുള്ള നിയമമല്ല, ശരിക്കും അത് സീറോ മലബാറിന്റെ നിയമമാണ്. ആ നിയമം കൂടെ നമ്മുടെ കോടതിയിലെ ജഡ്ജിയുടെ അഭിപ്രായമായിരുന്നു. ആദ്യം പ്രതിയും ഒരേ കാര്യം പറയുമ്പോൾ ഞങ്ങൾ എങ്ങനെ ഞങ്ങൾക്ക് വളരെ ഈസിയായിട്ട് വിധി പ്രസ്താവിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ രൂപത കൂട്ടി നിന്നുകൊണ്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സംഭവിച്ചിരിക്കുന്നത്. അവരുടെ അറിവോടുകൂടിയാണ്. ഇപ്പോൾ മുതലക്കണ്ണീർ പൊഴിച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ല. ഇന്ന് വായിച്ച് കേട്ട അവരുടെ ഓർഡർ ശരിക്കും പറഞ്ഞാൽ ഇതിനെതിരായി എല്ലാം ചെയ്തിട്ട് അവസാനം ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. നമുക്ക് നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന കൂട്ടായ്മ ഉണ്ടാവണം. ഈ കാര്യത്തിൽ ജനങ്ങൾ ഒന്നിച്ച് നിന്നുകൊണ്ട് തന്നെ ഇതിനെതിരായിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്യണം. നമ്മുടെ പാരമ്പര്യം സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. ഇനിയുള്ള മക്കൾക്കും അത് പ്രദാനം ചെയ്യാനായി നമ്മൾക്ക് സാധിക്കണം. അതിന് എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നിഷേധ സൂചകമായിട്ട് നമ്മുടെ ഈ പ്ലാക്കാർഡ് കത്തിക്കുകയാണ്.